ഹലോ എവരിവൺ, ദിശ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ റീസെന്റ് SSC RRB എക്സാംസ് നോക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് പറയുന്ന പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2024 എന്ന് പറയുന്ന ഒരു വർഷത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി വരുന്ന SSC അതുപോലെ തന്നെ RRB എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. സോ ഈ ഒരു പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് 2024 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സുകളാണ് നമ്മൾ ടോപ്പിക് വൈസ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ പാർട്ടായിട്ട് തന്നെ സ്കീംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെൻട്രൽ സ്റ്റേറ്റ് സ്കീംസുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ 2 വീഡിയോകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളും പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു സീരീസ് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് നോക്കാം. വീണ്ടും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സിൽ പറയുന്ന പോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ ടൈം ഡ്യൂറേഷൻ എത്ര മിനിറ്റ് ആണോ ആ ഒരു ടൈം തന്നെ ക്ലാസ് കേൾക്കുന്നതിന് കൂടെ തന്നെ പഠിച്ചു പോവുക. പിന്നീടുള്ള നിങ്ങളുടെ ടൈം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കണം യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ്സുകൾ മാത്രം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പോവുക. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുന്നു. ഹൂ വൺ ദി വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024? 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത് ആരാണ്? ഓക്കെ, 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത ആരാണ്? 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഗുഗേഷ് ദൊമ്മരാജു ആണ്. ഓക്കെ, 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത ആരാണ്? ഗുഗേഷ് ദൊമ്മരാജു ആണ് 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ അറിയണം 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ഗുഗേഷ് ദൊമ്മരാജു ആണ്. ഈ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ചിട്ടാണ് ഹെൽഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സിംഗപ്പൂരിലാണ്. സിംഗപ്പൂരിൽ വെച്ച് നടന്ന 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ചൈനക്കാരനായിട്ടുള്ള ഡിങ് ലൈറനെ പരാജയപ്പെടുത്തി നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഗുഗേഷ് ദൊമ്മരാജു വിൻ ചെയ്യുകയാണ്. പറഞ്ഞത് മനസ്സിലായോ? സിംഗപ്പൂരിൽ വെച്ച് നടന്ന വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 ചൈനക്കാരനായിട്ടുള്ള ഡിങ് ലൈറനെ പരാജയപ്പെടുത്തി നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഗുഗേഷ് ദൊമ്മരാജു വിൻ ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരുന്നോ? 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഹെൽഡ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സിംഗപ്പൂരിലാണ്. സിംഗപ്പൂരിൽ വെച്ച് നടന്ന ഈ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 ചൈനക്കാരനായിട്ടുള്ള ഡിങ് ലൈറനെ പരാജയപ്പെടുത്തി തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഗുഗേഷ് വിൻ ചെയ്യുകയാണ്. അപ്പൊ 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഗുഗേഷ് ദൊമ്മരാജു. ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു ഹാസ് വൺ മെൻ സിംഗിൾ ടൈറ്റിൽ അറ്റ് 2024 US Open? 2024 US Open മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്തത് ആരാണ്? കഴിഞ്ഞ സ്പോർട്സിന്റെ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഫ്രഞ്ച് ഓപ്പണും അതുപോലെ തന്നെ വിംബിൾഡണും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഗ്രാൻഡ് സ്ലാംസ് എക്സാംസിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അത് പഠിക്കണം. മാത്രമല്ല, ഇത് പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് വിൻ ചെയ്ത ആളും ഈ റണ്ണറപ്പായിട്ട് വരുന്ന ആളും ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്ത് വിൻ ചെയ്യുന്ന ആളും ഉണ്ടല്ലോ, അവര് ഏത് രാജ്യക്കാരാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോളുക. 2024 US Open മെൻ സിംഗിൾ ടൈറ്റിൽ, ഓക്കെ, 2024 US Open മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്തത് ഇറ്റലിക്കാരനായിട്ടുള്ള ജാനിക് സിന്നർ ആണ്. ഓക്കെ, 2024 US Open മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്ത ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഇറ്റലിക്കാരനായിട്ടുള്ള ജാനിക് സിന്നർ ആണ്. ഓർക്കുക, US-കാരനായിട്ടുള്ള ടൈലർ ഫിറ്റ്സ്, ഓക്കെ, US-കാരനായിട്ടുള്ള ടൈലർ ഫിറ്റ്സിനെ പരാജയപ്പെടുത്തിയാണ് ഇറ്റലിക്കാരനായിട്ടുള്ള ജാനിക് സിന്നർ 2024 US Open മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയുന്നു, ശ്രദ്ധിച്ചോ. 2024 US Open മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് US-കാരനായിട്ടുള്ള ടൈലർ ഫിറ്റ്സിനെ പരാജയപ്പെടുത്തി ഇറ്റലിക്കാരനായിട്ടുള്ള ജാനിക് സിന്നർ ആണ്. അപ്പൊ ടൈലർ ഫിറ്റ്സ് ഏത് രാജ്യക്കാരനാണ്? US. ജാനിക് സിന്നർ ഏത് രാജ്യക്കാരനാണ്? ഇറ്റലി. 2024 US Open മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് US-കാരനായിട്ടുള്ള ടൈലർ ഫിറ്റ്സിനെ പരാജയപ്പെടുത്തി ഇറ്റലിക്കാരനായിട്ടുള്ള ജാനിക് സിന്നർ ആണെന്ന് ഓർക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ അതിനു മുന്നേ SSC RRB ബാങ്ക് എക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓഫ്ലൈൻ കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക്
നമുക്ക് 5 സെന്റേഴ്സ് ആണുള്ളത്. കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, അതുപോലെ തന്നെ ട്രിവാൻഡ്രം. അപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് നോർമലി നമ്മൾ ഓഫ്ലൈൻ സെന്റേഴ്സിലൊക്കെ വന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾ നോർമലി ആദ്യം നമ്മൾ ബേസിക് കോൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്യും. ബേസിക് കോൺസെപ്റ്റുകൾ നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ബിഗിനേഴ്സ് മെറ്റീരിയൽസ് സോൾവ് ചെയ്യും. അതിനുശേഷം നമ്മൾ വർക്കൗട്ട് മെറ്റീരിയൽ സോൾവ് ചെയ്യും. അപ്പം ബേസിക് ക്ലാസ്സുകളെല്ലാം കിട്ടിയതിന് ശേഷം ഓരോ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഫോക്കസ് ബാച്ചുകൾ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കൺവീനിയൻറ്റ് ഏത് പ്ലേസിലാണോ, ഏത് പ്ലേസിലുള്ളവരാണോ, അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കൺവീനിയൻറ്റ് ഏത് പ്ലേസ് ആണോ, അപ്പോൾ ആ പ്ലേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനിയിപ്പം ഒരുപക്ഷെ നിങ്ങൾക്ക് ഓഫ്ലൈൻ സെന്റേഴ്സിൽ വന്ന് പഠിക്കാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഓൺലൈൻ കോഴ്സസ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ലൈവ് ക്ലാസ്സുകളായിട്ടായിരിക്കും കോഴ്സസ് ഉണ്ടാവുക. അപ്പം ലൈവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആ ടൈമിൽ ഫാക്കൽറ്റീസുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഓഫ്ലൈൻ ക്ലാസ്സുകൾ പോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെന്റർ സപ്പോർട്ടും ഉണ്ടാവും. അപ്പോൾ ഓൺലൈൻ കോഴ്സസിലോട്ടാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പർ 8075753676, അതുപോലെ 7012615062, അപ്പോൾ ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മൾ US Open 2024 മെൻ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്ത ആരാണെന്ന് പറഞ്ഞു. അതുപോലെ നമുക്ക് നോക്കേണ്ടതാണ് US Open 2024 വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്ത ആരാണ്. US Open 2024 വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്ത ആരാണ്. US Open 2024 വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്തത് ബെലാറസുകാരിയായിട്ടുള്ള ആര്യാന സബലങ്കയാണ്. ഓക്കെ. 2024 US Open വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്തത് ബെലാറസുകാരിയായിട്ടുള്ള ആര്യാന സബലങ്കയാണ്. യുഎസുകാരിയായിട്ടുള്ള ജെസിക്ക പെഗുലയെ പരാജയപ്പെടുത്തിയാണ് ബെലാറസുകാരിയായിട്ടുള്ള ആര്യാന സബലങ്ക 2024 US Open വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത്. മനസ്സിലായോ? 2024 US Open വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ബെലാറസുകാരിയായിട്ടുള്ള ആര്യാന സബലങ്കയാണ്. യുഎസുകാരിയായിട്ടുള്ള ജെസിക്ക പെഗുലയെ പരാജയപ്പെടുത്തി ബെലാറസുകാരിയായിട്ടുള്ള ആര്യാന സബലങ്കയാണ് 2024 വുമൺ സിംഗിൾ ടൈറ്റിൽ. 2024 US Open, അത് മറക്കല്ലേ, 2024 US Open വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ബെലാറസുകാരിയായിട്ടുള്ള ആര്യാന സബലങ്കയാണ് യുഎസ്എക്കാരിയായിട്ടുള്ള ജെസിക്ക പെഗുലയെ പരാജയപ്പെടുത്തിയിട്ട്. ഒന്നുകൂടി പറയട്ടെ, 2024 US Open വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത് ബെലാറസുകാരിയായിട്ടുള്ള ആര്യാന സബലങ്കയാണ് യുഎസ്എക്കാരിയായിട്ടുള്ള ജെസിക്ക പെഗുലയെ പരാജയപ്പെടുത്തി ബെലാറസുകാരിയായിട്ടുള്ള ആര്യാന സബലങ്കയാണ് 2024 US Open വുമൺ സിംഗിൾ ടൈറ്റിൽ വിൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തത്, വിച്ച് കൺട്രി വൺ ദ ഗോൾഡ് മെഡൽ അറ്റ് 45th ചെസ് ഒളിമ്പിയാഡ് 2024? 45. ഈ 45 എന്നുള്ളത് ഓർത്ത് വെച്ച് കൊടുക്കാം. ഈ ക്വസ്റ്റ്യൻ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, ഇത് വിൻ ചെയ്തത് നമ്മുടെ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ എത്രാമത്തെ ആണെന്നുള്ളത് ചോദിക്കാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. ഓക്കെ. അപ്പോൾ 45th ചെസ് ഒളിമ്പിയാഡ് 2024 വിൻ ചെയ്തത് നമ്മുടെ ഇന്ത്യയാണ്. പഠിച്ചു വെച്ചോണെ, 100% ഷുവർ ആണ് അപ്കമിങ് ഏതെങ്കിലുമൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഓക്കെ. അപ്പോൾ 2024 ചെസ് ഒളിമ്പിയാഡ് എത്രാമത്തെയാ? 45th ചെസ് ഒളിമ്പിയാഡ് 2024 ഗോൾഡ് മെഡൽ വിൻ ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഓക്കെ. അപ്പോൾ 45th ചെസ് ഒളിമ്പിയാഡ് 2024 ഇത് എവിടെ വെച്ചിട്ടാണ് നടന്നതെന്ന് വെച്ചാൽ അതിന് ആൻസർ ബുദാപെസ്റ്റ്, ഹംഗറി. ഹംഗറിയിലെ ബുദാപെസ്റ്റിൽ വെച്ചിട്ടാണ്. ഓക്കെ. അപ്പോൾ 45th ചെസ് ഒളിമ്പിയാഡ് 2024 ഇതിൽ ഗോൾഡ് മെഡൽ വിൻ ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഹംഗറിയിലെ ബുദാപെസ്റ്റിൽ വെച്ചിട്ടാണ് നടന്നത്. 45ാമത്തെ ചെസ് ഒളിമ്പിയാഡ് 2024 നടക്കുന്നത് ഹംഗറിയിലെ ബുദാപെസ്റ്റിൽ വെച്ചിട്ടാണ്. ഇതിൽ വിൻ ചെയ്യുന്ന രാജ്യം അല്ലെങ്കിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യ ആണെന്ന് ഓർക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്തത് പറയുന്നത്, വിച്ച് ടീം വൺ ദ ടൈറ്റിൽ ഡ്യൂറന്റ് കപ്പ് 2024? 2024 ഡ്യൂറന്റ് കപ്പ് വിൻ ചെയ്യുന്നത് ഏത് ടീമാണ്? ഓക്കെ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം കൂടി ഡയറക്റ്റ്ലി അറിയണം. വളരെ സിമ്പിൾ ആയിട്ട് എക്സാമിന് ചോദിക്കും, ഡ്യൂറന്റ് കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുവെന്ന്. അപ്പോൾ ഡ്യൂറന്റ് കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അത് ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. ഓക്കെ. അപ്പോൾ ഡ്യൂറന്റ് കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ എന്താണ്? ഫുട്ബോൾ ആണ്. ഈ ഡ്യൂറന്റ് കപ്പ് 2024 ഹോസ്റ്റ് ചെയ്തത് ഏതൊക്കെ സിറ്റീസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പഠിച്ചോളുക. കാരണം 4 സിറ്റീസിലായതുകൊണ്ട് ഓപ്ഷൻസ് തന്നിട്ട് ഡ്യൂറന്റ് കപ്പ് ഹോസ്റ്റ് ചെയ്ത സിറ്റി ഏത്, ചെയ്യാത്ത സിറ്റി എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള പ്രോബബിലിറ്റി എവിടെയുണ്ട്.
അപ്പം ഹോസ്റ്റ് ചെയ്ത സിറ്റീസ് ഏതൊക്കെയാണ്? കൊൽക്കത്ത, ജംഷഡ്പൂർ, ഷിലോങ് ആൻഡ് കൊക്രാജ. ഓക്കെ, കൊൽക്കത്ത, ജംഷഡ്പൂർ, ഷിലോങ് ആൻഡ് കൊക്രാജ. ഓക്കെ, നമ്മൾ പഠിച്ചല്ലോ. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഡ്യൂറന്റ് കപ്പ് ഹോസ്റ്റ് ചെയ്ത സിറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ കൊൽക്കത്ത, ജംഷഡ്പൂർ, ഷിലോങ്, കൊക്രാജ. ഇവിടെ ചാമ്പ്യൻസ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. ചാമ്പ്യൻസ് ഏത് ടീമാണ്? നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ചാമ്പ്യൻസ്. അവരുടെ ഫസ്റ്റ് ടൈറ്റിൽ ആയിരുന്നു. റണ്ണറപ്പ് എന്ന് പറയുന്നത് മോഹൻ ബഗാൻ SG. ഓക്കെ, റണ്ണറപ്പ് മോഹൻ ബഗാൻ SG ആണ്. ഓക്കെ, അപ്പൊ പറഞ്ഞത് ഡ്യൂറന്റ് കപ്പ് 2024 ഹോസ്റ്റ് സിറ്റീസ് ഏതൊക്കെയാണ്? കൊൽക്കത്ത, ജംഷഡ്പൂർ, ഷിലോങ് ആൻഡ് കൊക്രാജ. ഇവിടെ ചാമ്പ്യൻസ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും അവരുടെ ഫസ്റ്റ് ടൈറ്റിൽ ആണെന്ന് ഓർത്തോളുക. റണ്ണറപ്പ് എന്ന് പറയുന്നത് മോഹൻ ബഗാൻ SG ആണ്. ഓക്കെ, അപ്പൊ ഡ്യൂറന്റ് കപ്പ് 2024 അല്ലെങ്കിൽ ഡ്യൂറന്റ് കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ചിലപ്പോൾ അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. 2024 ഡ്യൂറന്റ് കപ്പ് ഹോസ്റ്റ് സിറ്റീസ് ഏതൊക്കെയായിരുന്നു? കൊൽക്കത്ത, ജംഷഡ്പൂർ, ഷിലോങ് ആൻഡ് കൊക്രാജ. ഇവിടെ ചാമ്പ്യൻസ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും അവരുടെ ഫസ്റ്റ് ടൈറ്റിലായിരുന്നു. റണ്ണറപ്പ് എന്ന് പറയുന്നത് മോഹൻ ബഗാൻ SG ആണ്. ഓക്കെ, അതപ്പോൾ ക്ലിയർലി ഓർക്കുക. ദെൻ അടുത്തത്, വിച്ച് ടീം വൺ ദി ടൈറ്റിൽ ഓഫ് 2024 ദുലീപ് ട്രോഫി? 2024 ദുലീപ് ട്രോഫി വിൻ ചെയ്തത് ഏത് ടീമാണ്? അതാണ് ക്വസ്റ്റ്യൻ. 2024 ദുലീപ് ട്രോഫി വിൻ ചെയ്തത് ഏത് ടീമാണ്? അപ്പൊ ദുലീപ് ട്രോഫി എന്ന് പറയുന്നത് ക്രിക്കറ്റ് ടൂർണമെന്റ് ആണെന്ന് ഓർക്കുക. ഓക്കെ, ദുലീപ് ട്രോഫി എന്ന് പറയുന്നത് എന്താണ്? ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് ദുലീപ് ട്രോഫി. ഇതിൽ വിൻ ചെയ്യുന്ന ചാമ്പ്യൻ എന്ന് പറയുന്നത് ഇന്ത്യ A ടീമും റണ്ണറപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ C ടീമുമാണ്. ഓക്കെ, അപ്പൊ ഓർത്തുകൊള്ളുക, 2024 ദുലീപ് ട്രോഫി വിൻ ചെയ്യുന്നത് ചാമ്പ്യൻസ് എന്ന് പറയുന്നത് ഇന്ത്യ A ടീമും റണ്ണറപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ C ടീമുമാണ്. ദുലീപ് ട്രോഫി എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ ക്രിക്കറ്റ്. ഓക്കെ, ദുലീപ് ട്രോഫി എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇവിടെ ചാമ്പ്യൻസ് എന്ന് പറയുന്നത് ഇന്ത്യ A ടീമും റണ്ണറപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ C ടീമുമാണ്. ഓക്കെ, അപ്പൊ 2024 ദുലീപ് ട്രോഫി വിൻ ചെയ്യുന്നത് ചാമ്പ്യൻസ് എന്ന് പറയുന്നത് ഇന്ത്യ A ടീമും റണ്ണറപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ C ടീമുമാണ്. ഓക്കെ, ദെൻ അടുത്തത്, വിച്ച് കൺട്രി വൺ 2024 മെൻസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫി? 2024 മെൻസ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി 2024 മെൻസ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വിൻ ചെയ്യുന്നത് ഏത് രാജ്യമാണ്? അപ്പോൾ ഓർക്കുക, മെൻസ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഹോക്കി ടൂർണമെന്റ് ആണ് കേട്ടോ. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോക്കി ടൂർണമെന്റ് ആണ്. അപ്പോൾ 2024 മെൻസ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോസ്റ്റ് ചെയ്യുന്നത് ചൈനയാണ്. ഇവിടെ വിൻ ചെയ്യുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. റണ്ണറപ്പ് ചൈന. ഓക്കെ, അപ്പോൾ 2024 മെൻസ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വിൻ ചെയ്യുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ വിൻ ചെയ്തുകൊണ്ട് തന്നെ എക്സാമിന് ചോദിക്കാനുള്ള പ്രോബിലിറ്റി വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ 2024 മെൻസ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റ് ആണിത്. ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് ചൈനയിൽ വെച്ചിട്ടാണ്. വിൻ ചെയ്യുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. റണ്ണറപ്പോ ചൈന. ഓക്കെ, അപ്പം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത് ഹോക്കി ടൂർണമെന്റ് ആണ്. ഇത് ഹോസ്റ്റ് ചെയ്ത രാജ്യം ചൈനയാണ്. റണ്ണറപ്പ് ചൈനയും വിൻ ചെയ്യുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയുമാണ്. ഓർക്കാലോ? ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് 2024 വുമൺസ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയാണ്. നമുക്കറിയാം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുമ്പോൾ ഹോക്കിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ അവിടെ വുമൺസ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി. ഓക്കെ, വുമൺസ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി അത് ഹോസ്റ്റ് ചെയ്യുന്നത് ബീഹാറിലെ രാജ്ഗീറിലാണ്. അവിടെയും വിൻ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ചൈനയെ ഡിഫീറ്റ് ചെയ്ത് നമ്മുടെ ഇന്ത്യ വിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ 2024 വുമൺസ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി അത് ഹോസ്റ്റ് ചെയ്ത് എവിടെയാണ്? ബീഹാറിലെ രാജ്ഗീറിൽ. അവിടെ വിൻ ചെയ്തതും നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ 2024 മെൻസ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയും വുമൺസ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയും വിൻ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയാണെന്ന് ഓർക്കാലോ? ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത് വിച്ച് ടീം വൺ ദി 2024 വുമൺസ് T20 വേൾഡ് കപ്പ്? മെൻസ് T20 വേൾഡ് കപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ന് പറയുന്നത് 2024 വുമൺസ് T20 വേൾഡ് കപ്പ് 2024 വുമൺസ് T20 വേൾഡ് കപ്പ് അവിടെ ചാമ്പ്യൻസ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് ആണ്. റണ്ണറപ്പ് സൗത്ത് ആഫ്രിക്ക. റണ്ണറപ്പ് ഏത് രാജ്യമാണ്? സൗത്ത് ആഫ്രിക്കയാണ്. രണ്ടും ഓർത്തോളുക.
2024 വുമൺസ് T20 വേൾഡ് കപ്പ് ചാമ്പ്യൻസ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡാണ്, റണ്ണറപ്പ് സൗത്ത് ആഫ്രിക്ക. ഇത് ഹോസ്റ്റ് ചെയ്ത് എവിടെയാണ്? UAE വെച്ചിട്ടാണ്. ഹോസ്റ്റ് ചെയ്ത് എവിടെയാണ്? UAE യിലാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഓക്കെ, അപ്പോൾ 2024 വുമൺസ് T20 വേൾഡ് കപ്പ് ചാമ്പ്യൻസ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡ്, റണ്ണറപ്പ് സൗത്ത് ആഫ്രിക്ക. ഹോസ്റ്റ് ചെയ്ത് എവിടെയാണ്? UAE വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒന്ന് പോലും സ്കിപ്പ് ചെയ്ത് പഠിക്കല്ലേ, ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, സ്പോർട്സിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 2024 വുമൺസ് T20 വേൾഡ് കപ്പ് 2024 വുമൺസ് T20 വേൾഡ് കപ്പ് ചാമ്പ്യൻസ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡ്, റണ്ണറപ്പ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. ഹോസ്റ്റ് ചെയ്ത് എവിടെയാണ്? UAE. അപ്പോൾ UAE വെച്ച് ഹോസ്റ്റ് ചെയ്ത 2024 വുമൺസ് T20 വേൾഡ് കപ്പ് വിൻ ചെയ്യുന്നത് ചാമ്പ്യൻസ് ന്യൂസിലാൻഡ്, റണ്ണറപ്പ് സൗത്ത് ആഫ്രിക്കയുമാണ്. ഓക്കെ ആണല്ലോ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഇപ്പൊ ലാസ്റ്റ് നടന്ന RRB എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ കൂടിയാണ്. വിച്ച് ടീം ക്ലിൻച്ച്ഡ് ജയ 2024 ഇറാനി കപ്പ് ടൈറ്റിൽ? ഓക്കെ, അപ്പം ഇറാനി കപ്പ് എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് തന്നെയാണ്. അപ്പോൾ 2024 ഇറാനി കപ്പ് ടൈറ്റിൽ വിൻ ചെയ്തത് ആരാണ്? ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ടോ, 2024 ഇറാനി കപ്പ് ടൈറ്റിൽ വിൻ ചെയ്ത ആരാണ്? 2024 ഇറാനി കപ്പ് ടൈറ്റിൽ വിൻ ചെയ്ത് മുംബൈ ആണ്. ആരെ ഡിഫീറ്റ് ചെയ്തിട്ട്? റെസ്റ്റ് ഓഫ് ഇന്ത്യയെ ഡിഫീറ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയെ ഡിഫീറ്റ് ചെയ്തിട്ട് 2024 ഇറാനി കപ്പ് ടൈറ്റിൽ വിൻ ചെയ്ത് മുംബൈ ആണ്. ഓക്കെ ആണോ? 2024 ഇറാനി കപ്പ് ടൈറ്റിൽ. അപ്പോൾ ഇറാനി കപ്പ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ അറിയണം. എന്തുമായിട്ട് റിലേറ്റ് ചെയ്താൽ? ക്രിക്കറ്റ് ടൂർണമെന്റാണ്. 2024 ഇറാനി കപ്പ് ടൈറ്റിൽ വിൻ ചെയ്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിട്ട് മുംബൈ ആണ്. വിൻ ചെയ്ത ടീം ഏതാരെന്നായിരുന്നു ഇപ്പൊ ലാസ്റ്റ് നടന്ന RRB, ഐ തിങ്ക് ALPO RPFന്റെ എക്സാമിന്, ഏത് എക്സാം ആണെന്ന് എനിക്ക് പ്രോപ്പർലി ഓർമ്മ കിട്ടുന്നില്ല, ബട്ട് റീസെന്റ് നടന്ന RRB എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 2024 ഇറാനി കപ്പ് ടൈറ്റിൽ വിൻ ചെയ്ത ആരാണെന്ന്. അപ്പൊ ഇറാനി കപ്പ് എന്ന് പറയുന്നത് ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തു. ഇത് വിൻ ചെയ്യുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിട്ട് മുംബൈ ആണ്. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് 2027 ഫിഫ വുമൺസ് വേൾഡ് കപ്പ്? 2027 ഫിഫ വുമൺസ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം ഏതാണ്? അപ്കമിങ് ഇവന്റ്സ് എക്സാംസിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ 2027 ഫിഫ വുമൺസ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് ബ്രസീലാണ്. ഓക്കെ, 2027 ഫിഫ വുമൺസ് വേൾഡ് കപ്പ് വിൻ ചെയ്ത 2027 ഫിഫ വുമൺസ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്ത രാജ്യം 2027 വരാൻ പോകുന്നില്ലേ, 2027 ഫിഫ വുമൺസ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏതാണ്? ബ്രസീലാണ്. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുന്ന സമയത്തിനകത്ത് ഒന്നുപോലും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ എക്സ്ട്രാ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അല്ലെ ഹോസ്റ്റ് ചെയ്ത രാജ്യങ്ങളും അല്ലെങ്കിൽ റണ്ണറപ്പ് ആയിട്ടുള്ള കാര്യങ്ങളും അതെല്ലാം പഠിച്ചോണം കേട്ടോ. ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും എന്ന് നമുക്ക് പറയാൻ പറ്റൂല. മാത്രമല്ല നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതെല്ലാം ക്ലിയർലി പഠിക്കുമല്ലോ. അപ്പോൾ ഇതിന്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.